ഹലോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആട്ടോ. കാരണം ഇന്ന് എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ മുന്നേ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വരുമെന്ന്. അപ്പോൾ തലേ ദിവസമാട്ടോ എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്ന നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. അപ്പോൾ അവനിവിടെ നാട്ടിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്നതാട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ പ്രോഗ്രാം ക്യാൻസലായിപ്പോൾ അങ്ങനെ വരാൻ പറ്റില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവൻ ഇത്രയും ദിവസം എൻ്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വരുന്നത് സിതേഷാട്ടോ. അപ്പോൾ അവനെ എല്ലാവർക്കും അറിയായിരിക്കും. അവൻ അമൃത ടി വിയിലെ സൂപ്പർ സ്റ്റാർ സീസൺ 2 വിന്നറായിരുന്നു. അങ്ങനെ ഇവിടെ എത്തിയതിന് ശേഷം അവൻ എല്ലാവരെയും വീഡിയോ കോളിൽ വിളിച്ചിട്ട് ഞെട്ടിക്കായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. എന്തിനു പറയുന്നത്, ഞാൻ പോലും ഞെട്ടിയിട്ട് തന്നെയാണുള്ളത്. കാരണം അവൻ വരുമെന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി വരുമോ ഇല്ലയോ അങ്ങനെ ചെറിയൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. കാരണം 4 മണിക്ക് ആണ് അവൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പേരാവൂരാണ് പ്രോഗ്രാം. അവിടെ പോയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോലും നിൽക്കാതെ അവൻ വരുമോ ഇനി, അങ്ങനെ ഒരു ചെറിയൊരു സംശയം എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും വകവെക്കാതെ അവൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നിങ്ങൾക്ക് എത്രമാത്രം എൻ്റെ സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഒരുപാട് ഹാപ്പി ആട്ടോ. ഫ്രണ്ട്ഷിപ്പിന് അത്രയും വാല്യൂ കൊടുക്കാത്ത ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതോ ആലോചിച്ചപ്പോഴാട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമായത്. അവനവിടെ വന്നതിന് ശേഷം ഒരു 20 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ അതൊന്നും വകവെക്കാതെ വരാനുള്ള മനസ്സുണ്ടായല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം റിഹേഴ്സലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ മാത്രമേ ഇരുന്ന് സംസാരിക്കാവുന്ന സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം അവൻ തിരിച്ചു പോയി. പിന്നെ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ എന്തായാലും പരിപാടിക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി സജീവേട്ടൻ വന്നതിന് ശേഷം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ്. പക്ഷേ ദൂരം കൂടുതലുള്ളത് കൊണ്ട് തന്നെ പൊന്നൂനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും സജീവേട്ടനും കുഞ്ഞുമോളും മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊന്നൂന് ഭയങ്കര സങ്കടമായിരുന്നു അവൾക്ക് വരാൻ പറ്റാത്തതിൽ. പക്ഷേ സ്കൂട്ടിയിലല്ലേ പോകുന്നത്, അതുകൊണ്ട് തന്നെ 3-4 ആൾ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് പൊന്നൂനോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവളെ മുടക്കിയിട്ടോ ഞങ്ങൾ. എന്നിട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്ന് വിചാരിച്ചു. അവൻ ഇത്രയും റിസ്ക് എടുത്ത് വീട് വരെ വന്നിട്ട് ഞങ്ങൾ അവൻ്റെ പ്രോഗ്രാമിന് പോകാണ്ടിരിക്കുന്നത് തീരെ ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളവിടെ എത്തുമ്പം പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പാവം ഞങ്ങൾ പോയി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സിതേഷാണ് ആലപിക്കുന്നത്. സിതേഷ് മലപ്പുറം ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്നു. അമൃത സൂപ്പർ സ്റ്റാർ സെക്കൻഡ് റിയാലിറ്റി ഷോയിലെ വിന്നറാണ് സിതേഷ്. ഒരു കൈയടി. വിന്നറാണ് അമൃതയിൽ. എല്ലാവർക്കും സുഖല്ലേ? കേൾക്കുന്നില്ലല്ലോ. സുഖല്ലേ? അയ്യേ, എന്താ ഭക്ഷണം കഴിച്ചില്ലേ? ഞാൻ വന്നപ്പോൾ അവിടുന്ന് കേട്ടായിരുന്നു ഇങ്ങനെ കൗണ്ടർ ഓപ്പണാണ്, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ആരും ഭക്ഷണം കഴിച്ചില്ലേ? സുഖല്ലേ? അതെ അതെ അതെ, ഓക്കെ. അപ്പോൾ ഞാൻ അയ്യൂത്തുംചാൽ എന്ന ഈ സ്ഥലത്ത് അത്തിക്കണ്ടത്തമ്മയുടെ മുന്നിൽ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രോഗ്രാമിന് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം വേണം അല്ലേ? അപ്പൊ അത് കയ്യടിയായിട്ടാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. ഞങ്ങൾക്ക് അത് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയ്ക്ക് സന്തോഷമാണ്. ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പാടാൻ വേണ്ടി തോന്നും. ഓക്കെ, കൊള്ളാം. താങ്ക് യു, താങ്ക് യു.
അടക്കം വേണോ? പൂമാരി മകനായ അടക്കം വേണ്ട, നാടായ നൃപ്പൻ വേണം, അരികെ മന്ത്രിമാർ വേണം, നാടായ നൃപ്പൻ വേണം, അരികെ മന്ത്രിമാർ വേണം, നാടിനു ഗുണമുള്ള പ്രജകൾ വേണം. കയ്യത്തിന് ശക്തി പോരല്ലോ, ഈ ഭാഗത്തിന് കുറച്ച് കൈയാവല്ലോ. ഈ ഭാഗത്ത് യുദ്ധത്തിങ്കൽ രാമൻ തല്ലു, കുലത്തിങ്കൽ സീത തല്ലു, യുദ്ധത്തിങ്കൽ രാമൻ തല്ലു, കുലത്തിങ്കൽ സീത തല്ലു, കൂടുറക്ക ഉപേക്ഷിപ്പാൻ ലക്ഷ്മണനല്ലോ, ആ പടയ്ക്കു ഭരത തല്ലു, പറവാൻ കിളി തല്ലു, പടയ്ക്കു ഭരതൻ തല്ലു, പറവാൻ കിളി തല്ലു, പറക്കുന്ന പക്ഷികളിൽ ഗരുഡൻ നല്ലോ, ആളായ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആരെയും ചേർന്നൊരു കുളവും വേണം. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. റെഡി? കൂടെ പാടൂലേ? റെഡി? മടിക്കണ്ട, കൈ അടിച്ചോ.
തൃശ്ശൂർ പൂരം കാണാൻ കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. Come on everybody. കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പൂരം കാണാൻ പൂരം കാണാൻ പൂരം കാണാൻ പൂരം കാണാൻ. താങ്ക് യു. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ. പിന്നെ മോൾക്ക് ചെറിയൊരു ഉറക്കക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.